കാലാവസ്ഥാ വ്യതിയാനം എന്ന് കേൾക്കുമ്പോൾ അത് അടുത്തിടെ മനുഷ്യൻ കാരണമുണ്ടായ ഒന്നു മാത്രമാണെന്ന് പലർക്കും തോന്നിയേക്കാം. എന്നാൽ സത്യം അതല്ല. കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയുടെ 460 കോടി വർഷത്തെ ചരിത്രത്തിൽ എത്രയോ തവണ ഇതിലും വളരെ തീവ്രമായി സംഭവിച്ചിരിക്കുന്നു. ഒരു വലിയ നക്ഷത്രം പൊട്ടിച്ചിതറിയ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടായ സൗരയൂഥത്തിലെ വാസയോഗ്യമായ ഏക ഗ്രഹത്തിൻ്റെ ആദ്യത്തെ 50 കോടി വർഷം തിളച്ചു മറിയുന്ന അഗ്നിപർവ്വതങ്ങളാലും അതിൽ നിന്ന് ഒഴുകുന്ന ലാവയാലും ഒരു തീഗോളം പോലെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭൂമിക്ക് അഗ്നിപർവ്വതങ്ങൾ പുറത്തുവിട്ട വാതകങ്ങളാലും ഭൂമിയുടെ നിർമ്മിതിയുടെ അവശേഷിക്കുന്ന വാതകങ്ങളാലും ഉണ്ടായ ഒരു അന്തരീക്ഷമുണ്ടായിരുന്നു. ഇതിൽ മുഖ്യമായും ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും നൈട്രജനും ഒക്കെയായിരുന്നു. ഒരൊറ്റ ജീവി പോലും ഇല്ലാതിരുന്ന ഈ കാലം തൊട്ട് ജൈവ വൈവിധ്യത്തിന് അറിയപ്പെടുന്ന ഇന്നത്തെ കാലം വരെ നീളുന്നതാണ് ഭൂമിയുടെ കാലാവസ്ഥയുടെ ചരിത്രം. ഇതിനിടയിൽ ഭൂമിയിൽ ഏകദേശം 5-6 പ്രാവശ്യം അതിതീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 400 കോടി വർഷങ്ങളുടെ ഭൂമിയുടെ കാലാവസ്ഥാ ചരിത്രത്തിൽ പല പ്രാവശ്യം ശരാശരി താപനില 8 ഡിഗ്രി സെൽഷ്യസിന് താഴെ പോകുകയും ഭൂമിയിൽ ഹിമയുഗമുണ്ടായി തണുത്തുറഞ്ഞ് മഞ്ഞ് കട്ട പോലെ ആകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല പ്രാവശ്യം ശരാശരി താപനില 25 ഡിഗ്രി സെൽഷ്യസിന് വരെ മുകളിൽ കൂടിയിട്ട് ഭൂമി ഒരു തീച്ചൂള പോലെയും ആയിട്ടുണ്ട്. ഇന്നത്തെ ശരാശരി താപനില ഏകദേശം 1/4 കോടി വർഷങ്ങൾക്ക് മുൻപത്തെ ഹിമയുഗത്തിന് ശേഷം പതിയെ ചൂടായി നമുക്ക് താങ്ങാനാവുന്ന ശരാശരിയായ 15 ഡിഗ്രിയിലെത്തി നിൽക്കുകയാണ്. എങ്ങനെയാണ് ശരാശരി താപനില ഭൂമിയിൽ പല പ്രാവശ്യം 8 ഡിഗ്രിക്ക് താഴെ പോയതെന്നും എങ്ങനെയാണത് 25 ഡിഗ്രിക്ക് മുകളിൽ എത്തിയതെന്നും അറിയണമെങ്കിൽ ഭൂമിയിലെ താപനില നിയന്ത്രിക്കുന്ന 2 ഘടകങ്ങളെ നാം തിരിച്ചറിയണം. അതിനു മുമ്പ് ഒരു സംശയം തീർക്കേണ്ടതുണ്ട്. ഭൂമിയിൽ ജീവൻ വലിയ തോതിൽ വന്നതുപോലും 54 കോടി വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ്. മനുഷ്യൻ വന്നത് കേവലം 2 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മാത്രവും. അപ്പോൾ എങ്ങനെയാണ് ഈ ചരിത്രം മനസ്സിലായതെന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാം. ഇത് ഭൂമിയുടെ ചരിത്രത്തിൽ ഓരോ കാലാവസ്ഥയിലും ഉണ്ടാകുന്ന പാറകളും അപ്പോഴത്തെ ഫോസിലുകളും വെച്ചിട്ടാണ് പറയുന്നത്. ഉദാഹരണത്തിന് മണലാരണ്യം സൂചിപ്പിക്കുന്ന ചുവന്ന പൊടിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാറയുടെ മുകളിൽ ചെളി കട്ടിപിടിച്ചുണ്ടായ പാറയും അതിനു മുകളിൽ കടലിൻ്റെ അടിത്തട്ടിലുണ്ടാകുന്ന ചുണ്ണാമ്പ് കല്ലും ഒരു സ്ഥലത്ത് അടുക്കി വച്ചിരിക്കുന്നതായി കാണുകയാണെങ്കിൽ അവിടെ ആദ്യം ഒരു മരുഭൂമിയും പിന്നീട് ചതുപ്പും അതിനുശേഷം കടലും ആയിരുന്നു എന്ന് പറയാം. ഹിമയുഗങ്ങളിൽ സമുദ്രനിരപ്പ് താഴുകയും കടലിൻ്റെ അടിത്തട്ട് വരെ പലയിടങ്ങളിൽ പുറത്തു വരികയും അവിടെ പുഴകളും കായലും ആകും. അതുപോലെ തന്നെ ഭൂമി തീച്ചൂള ആകുമ്പോൾ മഞ്ഞുപാളികൾ ഉരുകി സമുദ്രനിരപ്പ് ഉയർന്ന് കരയിൽ കടൽ കയറി അവിടങ്ങളിൽ ചുണ്ണാമ്പുകല്ലും കടൽ ജീവികളുടെ ഫോസിലും നിക്ഷേപിക്കപ്പെടുന്നു. സൂര്യനാണ് ഭൂമിയെ ചൂടാക്കുന്ന തീഗോളം. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവും അതിൻ്റെ വട്ടത്തിലുള്ള കറക്കവും ദീർഘവൃത്താകൃതിയിലെ ഭൂമിയുടെ സഞ്ചാരപഥവും കാരണം നിശ്ചിത ഇടവേളകളിൽ ഭൂമി സൂര്യനോട് വളരെ അടുക്കുകയും പിന്നീട് അകലുകയും ചെയ്യുന്നു. അടുത്ത് വരുന്ന യുഗങ്ങളിൽ ഭൂമി ചൂടാകുകയും ദൂരെയാവുമ്പോൾ തണുത്തുറഞ്ഞു മഞ്ഞുകട്ടയാകുകയും ചെയ്യുന്നു. ചാക്രികമായി നടക്കുന്ന ഇത്തരം കാലാവസ്ഥാ വ്യതിയാനത്തെ അത് കണ്ടുപിടിച്ച സെർബിയൻ ശാസ്ത്രജ്ഞൻ മിലൻകോവിച്ചിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. ഇതാണ് ഭൂമിയിൽ മാറി മാറി ഹിമയുഗവും ഉഷ്ണയുഗവും ഉണ്ടാകാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാലാവസ്ഥാ വ്യതിയാന ഘടകം ഭൂമിയിലെ അന്തരീക്ഷ പുതപ്പിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉൾപ്പെടുന്ന ഹരിതഗൃഹ വാതകങ്ങളുടെ ആവരണമാണ്. ഈ പുതപ്പാണ് ഭൂമിയിൽ ഒരു സുരക്ഷിത താപനില ഒരുക്കുന്നത്. ഇതിൻ്റെ കട്ടി കൂടിയാൽ ഭൂമി ചൂടാകുകയും
ഇത് ഇല്ലാതായാൽ ഭൂമി തണുത്തുറഞ്ഞ് ഹിമഗോളമാകുകയും ചെയ്യും. ഇതിൻ്റെ കട്ടി വളരെ കൂടിയതാണ്. ശുക്രന്റെ ഉപരിതലത്തിലെ താപനില 400 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വരെ ആകാൻ കാരണം. ഭൂമിയിൽ എപ്പോഴൊക്കെ വൻതോതിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കുന്നുവോ അപ്പോഴൊക്കെ ഇതിൻ്റെ കട്ടി കൂടിയിട്ടുണ്ട്. 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് ഡെക്കാൻ പീഠഭൂമി ഉണ്ടാക്കിയ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ഇതിൻ്റെ കട്ടി കൂടിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ ഉഷ്ണകാലത്താണ് ദിനോസാറുകൾ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത്. ഇക്കാലയളവിൽ ഉണ്ടായ ഉൽക്കാവൃഷ്ടിയും അതുയർത്തിയ പൊടിപടലങ്ങളും മറ്റൊരു കാരണമായിരുന്നു. ഈ ഹരിതഗൃഹവാതക പുതപ്പിൻ്റെ കട്ടി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൊണ്ട് അളക്കുന്നു. ഇന്ന് ഈ അളവ് 420 ppm, അതായത് 420 പാർട്സ് പെർ മില്യൺ ആണ്. ഇത് 1900-ന്റെ തുടക്കത്തിൽ വ്യാവസായിക വിപ്ലവത്തിന് മുൻപ് ഏകദേശം 300 ppm താഴെയായിരുന്നു. 120 ppm കട്ടി കൂടിയതാണ് ഇന്നത്തെ ശരാശരി താപനില ഏകദേശം 1.5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാൻ കാരണം. ഇപ്പോഴത്തെ കട്ടികൂടൽ മനുഷ്യൻ പുറത്തുവിട്ട വാതകങ്ങളാലാണെങ്കിൽ ഭൂമിയുടെ ചരിത്രത്തിലെ മറ്റ് കാലങ്ങളിലെ കട്ടികൂടൽ അഗ്നിപർവ്വതങ്ങൾ മൂലമായിരുന്നു. അത് എത്ര തീവ്രമായിരുന്നെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 57 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവജാലങ്ങൾ വൻതോതിൽ ഉണ്ടാകുന്നത് ഏകദേശം 57 കോടി വർഷങ്ങൾക്ക് പുറകെ ഭൂമിയിൽ ജീവജാലങ്ങൾ വൻതോതിൽ ഉണ്ടാകുന്നതിന് മുൻപാണ് അഗ്നിപർവ്വതങ്ങളാൽ ഈ ഹരിതഗൃഹവാതക പുതപ്പിൽ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് ഏറ്റവും കൂടിയത്. അന്ന് 7500 ppm ആയിരുന്നു. അത് ഭൂമി ഒരു തീച്ചൂള പോലെയാകാനും ധ്രുവങ്ങൾ വരെ തിളച്ചു മറിയാനും കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ 5.5 കോടി വർഷങ്ങൾക്ക് മുൻപും ഇതുപോലൊരു സന്ദർഭത്തിൽ യൂറോപ്പും വടക്കേ അമേരിക്കയും വരെ ചൂടായപ്പോഴാണ് അവിടെ സസ്തനികൾ ആദ്യമായി ഉണ്ടാകുന്നത്. അപ്പോൾ കടലിലെ ജലം ചൂടായി വളരെയധികം സമുദ്രജീവികൾ നശിച്ചും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാതക പുതപ്പിൻ്റെ കട്ടി കുറയുകയും സൂര്യൻ്റെ പ്രകാശം കുറയുകയും ചെയ്ത 5 പ്രാവശ്യമാണ് ഭൂമിയിൽ ഹിമയുഗങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആദ്യം ഇത് സംഭവിച്ചത് 240 കോടി വർഷങ്ങൾക്ക് മുൻപും അവസാനമായി മനുഷ്യൻ പരിണാമത്തിലൂടെ ഉണ്ടായ 1/4 കോടി വർഷങ്ങൾക്ക് മുൻപുമാണ്. ഭൂമിയിൽ മീനുകൾ ഏകദേശം 48 കോടി വർഷങ്ങൾക്ക് മുൻപ് വരികയും ഭൂമിയിലെ അനേകം കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ദിനോസാറുകൾ തുടച്ചു നീക്കപ്പെട്ടപ്പോഴും സമുദ്രങ്ങളിൽ മീനുകൾ പിടിച്ചു നിന്നു. അവയുടെ എണ്ണം കുറഞ്ഞതല്ലാതെ അവ പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല. 2 മണിക്കൂർ ദൈർഘ്യമുള്ള ചലച്ചിത്രത്തിലെ അവസാന മിനിറ്റിൽ വന്ന് തല കാണിക്കുന്ന അതിഥി താരത്തിനെ പോലെയാണ് മനുഷ്യൻ ഭൂമിയിൽ കടന്നു വന്നത്. പക്ഷേ 460 വർഷം കോടി പഴക്കമുള്ള ഭൂമിയിൽ ഒരു ജീവികളും ചെയ്യാത്ത ഒരു കാര്യം ഈ 1 മിനിറ്റിൽ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. അതെന്തെന്നാൽ ഹരിതഗൃഹവാതകങ്ങളുടെ കട്ടി 120 ppm കൂട്ടി ഭൂമിയിൽ 1.5 ഡിഗ്രി സെൽഷ്യസ് വരെ ശരാശരി താപനില കൂട്ടുന്ന പ്രവൃത്തിയാണ്. അഗ്നിപർവ്വതങ്ങൾ ചെയ്യുന്ന കാര്യം എത്ര നിസ്സാരമായിട്ടാണ് മനുഷ്യൻ കേവലം 120 വർഷങ്ങൾ മാത്രം കൊണ്ട് ചെയ്തെന്നറിയുമ്പോൾ മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാക്കിയ മാറ്റം എന്തെന്ന് നമുക്ക് മനസ്സിലാകും.